ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു എപ്പിസോഡില് നമ്മുടെ നന്ദിനിയായിട്ട് ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കിയ കേട്ടോ. എന്നേലും വില ഇപ്പൊ നമ്മുടെ വേദയ്ക്കാണല്ലോ, അവളിവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് നന്ദിനിയടുത്ത് ഭയങ്കര കട്ടക്കലിപ്പാണ്. അങ്ങനെ നന്ദിനിയടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകുക കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് വിക്രം വരുന്നുണ്ട്. അപ്പൊ വിക്രത്തിനോട് നമ്മുടെ നന്ദിനിയടുത്ത് പറയുന്നുണ്ട്, ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവള് രണ്ടുപേരിൽ ഒരാൾ ഈ വീട്ടിൽ ഇനി ഉണ്ടാകൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, നന്ദിനിയടുത്തെയാണ് ഇവിടെ വേണ്ടത്, അവളെ ഞാൻ ഇപ്പൊ തന്നെ മാറ്റിക്കോളാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ വേദയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പക്ഷെ അവിടെ പോലീസ് വരുന്നുണ്ട്. അപ്പൊ പോലീസ് ആണെങ്കിൽ എന്താണ് കേസെന്നോ ആരാണ് കേസ് കൊടുത്തതെന്നൊന്നും പറയുന്നില്ല. നമ്മുടെ വിക്രത്തിന് അപ്പൊ തന്നെ പൊക്കിക്കൊണ്ട് പോകുക. അപ്പൊ വിക്രത്തിന് കാര്യം മനസ്സിലായി, ഇത് വേദയുടെ അച്ഛന്റെ പണി തന്നെയാണെന്ന്. ആ രാവിലെ വന്ന ആ ഒരു കലിപ്പൊക്കെ തീർത്തതിന്റെ ഒരു ദേഷ്യം, ആ ഒരു വാശി തീർക്കാൻ വേണ്ടി നമ്മുടെ വേദയുടെ അച്ഛൻ മനഃപൂർവ്വം ഉണ്ടാക്കി ചമച്ച ഒരു കേസാണെന്ന് നമ്മുടെ വിക്രത്തിന് മനസ്സിലായി. നമ്മുടെ വേദയ്ക്കും ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, നമ്മുടെ വിക്രത്തിന്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ആ ജഡ്ജി അദ്ദേഹം തന്നെയാണ്. അപ്പൊ വിക്രം എന്താ പറയാ, ഒരു മടിയും കൂടാതെ പോലീസിനൊപ്പം പോകുന്നുണ്ട് ട്ടോ. അപ്പൊ നമ്മുടെ വിക്രത്തിന്റെ അമ്മ ഭയങ്കര കരച്ചിലാണ്. അപ്പൊ വേദ വന്ന് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഈ വിക്രത്തിന്റെ അറസ്റ്റിന് പിന്നിൽ ഞാനും എന്റെ വീട്ടുകാരും ആണെങ്കിൽ, അതായത് ഞാൻ കാരണം എന്റെ വീട്ടുകാർ കാരണമാണെങ്കിൽ വിക്രത്തിനെ ഞാൻ തന്നെ രക്ഷിച്ചു കൊണ്ടുവരും, ഇതെന്റെ വാക്കാണെന്ന് പറഞ്ഞ് നമ്മുടെ വേദ ഇങ്ങനെ ഉടുത്തൊരുങ്ങി ഇറങ്ങുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് പോകുന്നത് നേരെ അച്ഛന്റെ, അതായത് ജഡ്ജി അദ്ദേഹത്തിന്റെ കാറിന് മുന്നിൽ വട്ടം നിൽക്കുവാട്ടോ ഇവര്. എന്നിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട്, എന്തിനാ അച്ഛൻ എന്നോടുള്ള വാശി വിക്രത്തിന്റെ നേരെ തീർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. എന്റെ ഇത്ര നാളത്തെ റോൾ മോഡലായിരുന്നു അച്ഛൻ, പക്ഷെ ഇപ്പോൾ അതെല്ലാം ഉടഞ്ഞു വീണു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ ഇങ്ങനെ അച്ഛനോട് പറയുന്ന ഒരു രംഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛനാണ് ഈ ഒരു കേസിന് പിന്നിലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിക്രത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചിറക്കിയിരിക്കും, ഇത് എന്റെ വാക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ സ്വന്തം അച്ഛനെ വെല്ലുവിളിക്കുന്ന ഒരു നിമിഷങ്ങളായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെ? വരുന്ന എപ്പിസോഡിൽ ഒരു അടിപൊളി രംഗങ്ങൾ തന്നെ ആയിരിക്കട്ടെ. കോടതിയിൽ ആ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് അല്ലെ? അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.